ഗൈസ്, അപ്പോൾ നമ്മൾ വാട്സ് ലേക്കിൽ വന്നിട്ട് നമ്മളിപ്പോൾ പോലീസ് ബസാറിലേക്ക് പോകണം. ഇവിടുന്ന് ഇങ്ങനെ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സ് ലേക്കിൽ വന്നാൽ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ എല്ലാവർക്കും പുതിയ കുടുംബാംഗങ്ങളാണെങ്കിൽ അല്ല കുടുംബത്തിലേക്ക് ഇയാൾക്ക് എപ്പോഴും സബ്സ്ക്രൈബ് എന്നുള്ളൂ. അത് സ്വാഗതത്തിന് പകരം പറയുന്നതാണ്. അപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള കുടുംബക്കാർക്ക് ഐ ലവ് യു ഗൈസ്. അപ്പോൾ എന്താ പറയുക, ആദ്യം തന്നെ പറയുക, വീഡിയോ എന്താ പറയുക സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണുക. നമ്മളിപ്പം കാണാൻ പോകുന്നത് സിറ്റി സെൻറ്ററിൽ പോലീസ് ബസ് ഇറങ്ങിയല്ല. ഞങ്ങൾ പോലീസ് ബസ്സുകളിൽ 2 വട്ടം വന്നല്ലോ. 2 വട്ടം ഞങ്ങൾ വന്നു. പക്ഷേ ഇനിയുള്ള കാഴ്ചകൾ ഞങ്ങൾക്കൊരു രൂപമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് സൺഡേ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോലീസ് ബസാർ തുടങ്ങുകയാണ്. പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നമ്മുടെ ഒരു ചാല മാർക്കറ്റൊക്കെ പോലെ അല്ലേടാ രാമേ, അല്ലേ? ചാല മാർക്കറ്റൊക്കെ പോലെ നമുക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഈ കട മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ദിവസം വന്ന ദിവസം നമ്മൾ ഇവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. അത് നമ്മൾ വേറൊരു ഡയറക്ഷനിലേക്ക് പോവാണ്. വേറെ ഡയറക്ഷനിലേക്ക് പോകാം. വേറെ ഡയറക്ഷനിലേക്ക് പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട് രാമേ, ശ്രദ്ധിച്ചോ, നമ്മൾ മറ്റേ ഈ ഔട്ടർ ഷില്ലോങ്ങിലെ പോലെ അല്ല ഇവിടെയൊക്കെ. കാരണം ഇവിടെ ഇപ്പോഴും ഈ പോലീസ് ബസാറ് ഭയങ്കരമായി ആക്റ്റീവാണ്. ഭയങ്കരമായ ആക്റ്റീവാണ്. നമുക്ക് താഴേക്ക് പോയി നോക്കാം. കടക് ചാ. പക്ഷേ ഇവർക്കൊരു പ്രത്യേകത ഞാൻ കണ്ടു. നമ്മുടെ എയർബിഎൻബിയുടെ അടുത്ത് ഇവിടെ ഇവർക്കൊരു ഷോറൂമുണ്ട്, ഷോപ്പുണ്ട്, ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. എല്ലാവരും എഴുതിക്കുന്നത് എന്തുവാണ്? താഴെ പോകാം, നമുക്ക് പോയി ഒന്ന് കുറിച്ച് കുടിക്കാം. ചായ വേണം. ഇവർക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ കടക് ചായയുടെ എല്ലാവരും പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ലെന്നാണ് എഴുതിക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് ആണെന്ന് എഴുതി വയ്ക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് അതൊരു രസമുള്ള കാര്യം കേട്ടോ. ഇപ്പോൾ സമയം എത്രയാ? 5:18 ആയിട്ടുള്ളൂ ഗൈസ്. ചന്ദ്രമാമനോടെ സോറി ചന്ദ്രൂപ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇരുട്ടാണ്. ഇതൊക്കെയാണ്. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടല്ലേ? വലിയ തിരക്കുമല്ല. ഗൈസ്, നമ്മുടെ മൈക്ക് ചീത്തയായി പോയി ഗൈസ്. അത് സ്വീറ്റ് ഷോപ്പ്. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇത് ജയിൽ റോഡ് എന്നാ പറയുന്നത് ഇവിടെ ഗൈസ്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അത്യാവശ്യം ഞാൻ പോയി. സൺഡേ ആയിട്ട് തിരക്ക് കമ്മിയാണോ? അയ്യോ, ആദ്യമായി ഇവിടെ വന്നിട്ട് തേങ്ങ കൊണ്ട് ഗൈസ്. തേങ്ങ ഞങ്ങൾ ഇവിടെ തേങ്ങ ഒരു കറി ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ കഴിച്ചിട്ടുണ്ടോ? ഒരു നമ്മൾ ചിറാപുഞ്ചിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ട്. ഇത് ജയിൽ റോഡ് ഗൈസ്. നിങ്ങൾക്കാർക്കും ജയിലിൽ പോകാൻ താല്പര്യമുണ്ട് ഗൈസ്? ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. ഞാൻ നിനക്കുണ്ടോടാ? സോറി ഗൈസ്, ഞങ്ങൾ 2 പേർക്കും താല്പര്യം. നമ്മളിപ്പോൾ ജയിൽ റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ 8 മണി കടുംചായ ആയിരിക്കും ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ കട്ടൻ ചായക്ക് കടുംചായ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടില് കടും ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുപ്പമുള്ള ചായ, കടും ചായ. ഞങ്ങൾ കടുപ്പുള്ള ചായക്ക് കടുപ്പുള്ള ചായ എന്നുള്ളത്. എന്തൊരു നാട് ഗൈസ് ഇതൊക്കെ. അതെ, എന്തൊരു നാട്. എന്തരായി എന്തരോ ഈ വൈശാലി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ എന്തരായി. ഇവര് വലിയ കാര്യത്തിൽ വലിയ മലയാളം പറഞ്ഞ ആൾക്കാരാണ്. പത്തനംതിട്ടക്കാര് തിരുവല്ലക്കാരാ അവിടെ പോയി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയിൽ വന്നപ്പോഴാണ് എനിക്ക് ആ നാട്ടിലെ സത്യം മനസ്സിലായത്. എനിക്ക് അബദ്ധം പറ്റി എന്നുള്ള സത്യം. കാരണം നേരത്തെ അവകരുതെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് കല്യാണം കഴിക്കത്തുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ കൊച്ചിനെ ഗൈസ് ഒരു മേഘാലയൻ ചെക്കനെ കെട്ടി കൊടുത്തത്. കാര്യം എന്താ അറിയോ? എനിക്കൊരു മോളാവളെ. ഞങ്ങളുടെ കൊച്ചി എന്റെ 2 മോൾ ഇഷ്യൂ. എന്റെ ഇഷ്യൂവിന് ഞാൻ ഒരു മേഘാലയൻ ചെക്കനെ കെട്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ
പെണ്ണിനാണ് കല്യാണം കഴിക്കുന്നത്, അത് ചെക്കനാണ് കല്യാണം കഴിക്കുന്നത്. അതെ, ഒരു വീട്ടിൽ 5 ചെറുക്കന്മാരുണ്ടെങ്കിൽ 5 എണ്ണത്തിന് 5 വില്ലേജിൽ എടുക്കുന്നു. അപ്പോൾ ഗൈസ് അതെന്താ വെച്ചാൽ ഇവിടെ ഒരു ചെക്കനെ പെണ്ണ് കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെക്കൻ വന്ന് ശ്രീധരൻ ഫുള്ള് പെണ്ണിന് കൊടുക്കണം, പുരുഷധനം ഫുള്ള് പെണ്ണിന് കൊടുക്കണം. അത് മാത്രമല്ല, ഉണ്ടാവുന്ന കുട്ടിക്കാണെങ്കിലും പെണ്ണിന്റെ സർനെയിംസ് ആണ് വരുന്നത്. അതുപോലെ വീട് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ എന്നാണ് കിട്ടുന്നത്. ആൺകുട്ടികൾക്ക് കല്യാണം കഴിച്ച് പോകണം, ആ ഒരു ഇതേ ഉള്ളൂ. പെണ്ണിന്റെ ചർച്ചിലായിരിക്കും കല്യാണം. അപ്പോൾ എന്തൊക്കെയായാലും ഗൈസ് ഇവിടെ ആളൊഴിഞ്ഞായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാൻ തിരിച്ചു ഗൈസ്. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ഇഷാനിയെ ഇവിടെ ഒരു മേഘാലയ ചെക്കനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ചെക്കൻ വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നോളാം. അതുപോലെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, ഇത് അവർക്ക് ഭയങ്കര പാപമാണ്. ഇപ്പൊ ഒരു ക്ലാൻ ഗൈസ്, അതിൽ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ഫുൾ മേഘാലയ വീഡിയോയുടെ ഒരു സമ്മറി, നിങ്ങൾ മേഘാലയ ട്രാവലിന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു വീഡിയോ വരുന്നുണ്ട്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട്. അപ്പോൾ കാണണം. ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടല്ലോ രാമേ, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റരുത്. സോ ആ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ട്രസ്റ്റ് മീ ഗൈസ്. ചായ കുടിക്കാൻ വന്ന രാമു ജ്യൂസിലേക്ക് സ്റ്റിക്കായിട്ടുണ്ട്, നൈസായിട്ടുണ്ട് കേട്ടോ. താങ്കളുടെ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞാലോ? ഞങ്ങൾ ചായക്കടയിൽ കയറി. ചായയുടെ വില ഒരു ചായക്ക് 50 രൂപ. ഇവിടെ ചായക്കടയിൽ മിനിമം ഡിസ്പ്ലേ വെക്കാം. ഒരു ചായ 50 രൂപ. അത്രയും വലിയ അഹങ്കാരം ഞങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. എത്തിയാൽ നമുക്ക് 50 രൂപ ചായ ആവശ്യമില്ല. നമുക്ക് 10 രൂപ ഒരു ചായ കിട്ടുക. ഇന്നലെ ഞങ്ങൾ റൊട്ടി മേടിക്കാൻ വേണ്ടി 3 കട ഇറങ്ങി. 25 രൂപ, 20 രൂപ. ലാസ്റ്റ് റൊട്ടി 10 രൂപയ്ക്ക് കിട്ടി. സോറി ഗൈസ്, ജീവിക്കാനുള്ള പടാപടേ കുടുംബമല്ലേ, ഞങ്ങൾക്ക് ഒന്നാമത് 10 10 കാശ് മതി. ഇപ്പോൾ സാറിലെ എന്താ പറയുക, കടമ്പ കടയിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം ഞങ്ങൾ ഇന്നത്തേക്ക് പോലീസ് ബസ് കഴിഞ്ഞു ഗൈസ്. വേറെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അത് ഇതിന് മുന്നേ അടുത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇപ്പം വായി പറഞ്ഞു പോവാ ഗൈസ്. ഞങ്ങൾക്ക് പറ്റിപ്പോയി ഗൈസ്. ആ ജ്യൂസിന് 50 രൂപയായിരുന്നു ഗൈസ്. അയാൾ എവിടെ നിന്ന് ബില്ല് ചെയ്യുക, എവിടെ അറിയേണ്ട. പുള്ളി എന്നെ ഇങ്ങനെ ഈ നോക്കി ദഹിപ്പിച്ച് നിൽക്കുകയായിരുന്നു. എനിക്കെല്ലാം വെറും ചായയായിരുന്നു ഗൈസ്. അവനും പറ്റിപ്പോയതാ, ഇവിടെ മെനു ഒന്നും ഇല്ലായിരുന്നു, പണി കിട്ടി. എനിക്ക് ചായ മേടിച്ചത് വേറെ 50 രൂപയെന്ന് പറഞ്ഞു, എന്നിട്ട് 100 രൂപ കൊടുത്ത് ബ്രോഞ്ചി വെള്ളം മേടിച്ചു തന്നു എനിക്ക്. ഞാൻ പുതിയ വീഡിയോ ഉണ്ടെന്ന് കരുതാം, പക്ഷെ മതിയോ ഫാസ്റ്റ് ഫുഡ്? ഒരു ചായ കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നെ. അത് റേറ്റ് വെച്ചിട്ട് വച്ചാൽ മതിയായിരുന്നു. സ്പെഷ്യൽ ബംഗാളി ഫുഡ്, ബംഗാളി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. गदी ഗൈസ്, നിങ്ങൾ ഷില്ലോങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഈ പോലീസ് ബസാറിൻ്റെ ഈ ഒരു പോയിന്റിൽ വന്നാൽ നിങ്ങൾക്ക് ടാക്സി കിട്ടും. എവിടേക്കും ഇതാണ് ടാക്സി കിട്ടുന്നത്. അയാൾ മുന്നേ പോയി. ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ടാക്സി കിട്ടുമെന്നാണ് പറഞ്ഞു. ഇതുണ്ട് ലോക്കൽ ടാക്സി. കാരണം ഇവിടെ നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. സോ ഈ പോലീസ് ബസാർ അതിൽ ഷോപ്പിംഗ് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുപിടി സാധനങ്ങളും ഫുഡ് കിട്ടുന്ന പോലീസ് ബസാറാണ്. സെൻറ്റർ ഇവിടെയാണ്. ഡിസ്ട്രിക്ട് ജയിൽ അവിടെ ക്രോസ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഞാനൊരു വണ്ടിയുടെ അടയായിരുന്നു ഇപ്പോൾ. പക്ഷേ വണ്ടിയോടെ ചെക്കന് ബാലൻസ് കൂടെ രക്ഷപ്പെട്ടു. അതെ, ഡുണ്ടുവിനോടെ വാങ്ങണമെന്നാണ്, പക്ഷെ ഒന്നും നടന്നില്ല കൈസ്.
നിങ്ങൾ കണ്ടില്ല കണ്ടോ ടാക്സീസ്? അയ്യോ ഇല്ലല്ലോ, നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാണ് ടാക്സീസ് പറഞ്ഞത്, കറുത്ത ടാക്സി. ഇത് അവർ